അപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ഒരിടത്തും ഇന്ന് റെഡ് അലേർട്ട് ഇല്ല. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. അപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഇപ്പോൾ ആദ്യം പോകുന്നത് അരുൺ മോഹനിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ മോഹൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതിശക്തമായ മഴ പെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ മഴയേക്കാൾ കൂടുതൽ പ്രശ്നമായി നിന്നത് ശക്തമായ കാറ്റായിരുന്നു. മഴക്കെടുതി, അത്തരത്തിൽ ശക്തമായ കാറ്റ് മൂലമുണ്ടായിട്ടുള്ള കെടുതികൾ വളരെ രൂക്ഷവുമായിരുന്നു താനും. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? മഴയ്ക്കൊക്കെ ഒരു നേരിയ ശമനം വന്ന സാഹചര്യത്തിൽ ഈ ശക്തമായ കാറ്റും കുറഞ്ഞിട്ടുണ്ടല്ലേ? ആര്യ, സുപ്രഭാതം. അത് തന്നെയാണ് ആര്യ നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത്. മഴയെക്കാട്ടും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കാറ്റാണ് നാശം വിതച്ചത്. മഴ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറുന്ന സാഹചര്യവും ഒപ്പം നെയ്യാർ ഡാം പോലുള്ള ഡാമുകൾ തുറക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായെങ്കിലും കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചത് വളരെ ജനജീവിതത്തെ വളരെ ദുസ്സഹമാക്കി എന്ന് തന്നെ എടുത്തു പറയാം. കാരണം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുണ്ടായ അപകടം, നമുക്ക് അപകടത്തിൽ മത്സ്യത്തൊഴിലാളി ഇപ്പോഴും ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 3 മത്സ്യത്തൊഴിലാളികൾ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഒരാളുടെ മൃതദേഹം കിട്ടിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഈ പറയുന്ന മലയോര മേഖലകളിൽ, തീരദേശ മേഖലയിൽ പറയുമ്പോൾ. അതേസമയം മലയോര മേഖലകളിൽ ആഞ്ഞടിച്ച കാറ്റ് വളരെ നാശം തന്നെയാണ് വിതച്ചത്. മലയോര മേഖലകളിലെ അമ്പൂരി തുടങ്ങിയ ആദിവാസി ഊരുകൾ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം നെയ്യാറിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആദിവാസി ഊരുകളിലേക്ക് എത്തുന്ന പല വാർത്താവിനിമയ സംവിധാനങ്ങളായിക്കോട്ടെ, വൈദ്യുത ബന്ധങ്ങളായിക്കോട്ടെ, എല്ലാം നിശ്ചലമായ ഒരു അവസ്ഥ. ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഒപ്പം പല കർഷകരും വളരെ ദുരിതത്തിലായിരുന്നു. കാരണം ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ നേത്രവാഴകൾ, 10,000-കണക്കിന് നേത്രവാഴകൾ എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. കാരണം ആറയൂര് പോലുള്ള കൃഷിയിടങ്ങളിൽ ഉള്ള ഈ പറയുന്ന നേത്രവാഴകൾ ഒക്കെയും നിലം പൊത്തിയൊരവസ്ഥ. നിരവധി റബ്ബർ മരങ്ങൾ ഒടിഞ്ഞൊരവസ്ഥ. നമുക്ക് കണക്കെടുക്ക് നോക്കുമ്പോൾ നെയ്യാറ്റിൻകര, നെടുമങ്ങാട് KCBയുടെ സബ്സ്റ്റേഷനിൽ ഏകദേശം 100 വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തിയ അവസ്ഥയുണ്ട്. പലയിടത്തും ഇപ്പോഴും വൈദ്യുതി എത്താത്ത അവസ്ഥ, കാരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം മരങ്ങൾ മാറ്റാനുള്ള അവസ്ഥയുണ്ട്. അത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. നഗരപ്രദേശങ്ങളിലൊക്കെയും കറണ്ട് വന്നെങ്കിലും കറണ്ട് പോലും തിരിച്ച് നൽകാൻ കഴിയാത്ത ഒരവസ്ഥ പല ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു അവസ്ഥയുണ്ട്. ഇത് വളരെ ദുരിതം വിധിച്ചു. കാരണം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടൽ ഉൾപ്പെടെ അടച്ചിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാരണം അരിമാവ് ഉൾപ്പെടെയുള്ള അരച്ചാൽ മാത്രമേ ഈ പറയുന്ന ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പല കടകളും അടച്ചിട്ടിരുന്നു. ഒപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച ഒരവസ്ഥയായിരുന്നു. ഒപ്പം ഈ പറയുന്ന കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളൊക്കെയും ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങളൊക്കെയും അടച്ചിടുന്ന ഒരവസ്ഥ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലകളിൽ വളരെ ദുസ്സഹമായ ഒരു അവസ്ഥ കാറ്റ് കൊണ്ട് സംഭവിച്ചു എന്ന് പറയാം. തീർച്ചയായും അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം മുഴുവനായി പരിശോധിക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയേക്കാൾ കൂടുതൽ നാശം വിതച്ചത് കാറ്റ് തന്നെയാണ് എന്ന് പറയാം. നമുക്കൊപ്പം തീരദേശ മേഖലയുടെ ഒരു സാഹചര്യം പങ്കുവയ്ക്കുവാനായി അഭിലാഷ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-4 ദിവസമായി കടലാക്രമണമൊക്കെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കടൽ ശാന്തമാകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. തീരദേശ മേഖലയിൽ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല കടൽക്ഷോഭവും വളരെ രൂക്ഷമാണ്. തീരദേശ മേഖലയിൽ നിന്ന് ഈ അപകട സാധ്യതയുള്ള കുറച്ച് കുടുംബങ്ങളെ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. എന്നാൽ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തന്നെ തുറന്നിട്ടില്ല. വർക്കലയിലേക്ക് പോവുകയാണെങ്കിൽ വർക്കല ടൂറിസം മേഖലയിൽ ഈ ശക്തമായ മഴയും തിരമാലയും ടൂറിസത്തെ വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ തന്നെ ശക്തമായ കാറ്റും
തിരമാലയും വർക്കല മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതും ടൂറിസ്റ്റുകൾ കടൽ തീരത്തേക്ക് പോകുന്നതും പോലീസ് നിരോധിച്ചിരുന്നു. ഈ വർക്കല മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്ലിഫുകളുണ്ട്. ക്ലിഫുകൾ ഇടിഞ്ഞുള്ള അപകടങ്ങൾ മഴക്കാലത്ത് പതിവാണ്. അതുകൊണ്ട് തന്നെ ക്ലിഫുകൾക്ക് സമീപത്ത് പോകുന്നതും ക്ലിഫുകൾക്ക് മുകളിൽ, അതായത് ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വാഹന പാർക്കിംഗ്, അതുപോലെ തന്നെ ഹെലിപ്പാഡിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനം, ഇതെല്ലാം കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ടൂറിസം മേഖലയാകെ നിശ്ചലമായ ആക്കിയിരിക്കുകയാണ് ഈ മഴ. അതുപോലെ തന്നെ നമ്മുടെ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മേഖലയിൽ മത്സ്യബന്ധനം ഏകദേശം ഭാഗികമായി നിലച്ച അവസ്ഥയിലാണ്. പല ചെറുവള്ളങ്ങളും കടലിൽ ഇറങ്ങുന്നില്ല. വലിയ ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. അത്തരത്തിൽ മഴ വളരെ സാരമായി തന്നെ ഈ തീരദേശ മേഖലയിലെ ടൂറിസമായാലും മത്സ്യബന്ധന മേഖലയായാലും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. തീർച്ചയായും എസ് അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് തീരദേശ മേഖലയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ പോകാം കൊല്ലത്തേക്ക്. എസ് വിനീഷ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് കൊല്ലത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മൾ അതൊക്കെ സംസാരിച്ചതാണ്, വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇന്നും കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. പക്ഷേ മഴയ്ക്കൊരു ശമനമുണ്ടോ? ശക്തിയായി തുടരുകയാണ്. ശക്തിയായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 6 വീടുകൾ പൂർണ്ണമായി തകർന്നപ്പോൾ 164 വീടുകളാണ് ഭാഗികമായി തകർന്നതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന് നമുക്ക് ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് പുറമെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മിക്കയിടങ്ങളിലും വൈദ്യുതിബന്ധം പുനഃസ്ഥാപിച്ചു വരുന്നതേ ഉള്ളൂ ആര്യ. അതുപോലെ തന്നെ ജില്ലയിലെ ആദിച്ചനെല്ലേറുന്ന സ്ഥലത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെയുണ്ടായ ശക്തമായ മഴയിലാണ് വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ക്യാമ്പിൽ മാറ്റിയിരിക്കുന്നത്. തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. കള്ളക്കടൽ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നുണ്ട്. തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിംഗ് പൂർണ്ണമായും നിർത്തിവെച്ചൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് കിഴക്കൻ മേഖലയിലാണ് ജില്ലയുടെ. കൊട്ടാരക്കര താലൂക്കിൽ തന്നെ ഏകദേശം 34 വീടുകളാണ് ഭാഗികമായി തകർന്നത്. അങ്ങനെ ആകെ ഇതുവരെ തകർന്ന വീടുകൾ 80 ആയിട്ടുണ്ട്. പുയപ്പള്ളി, വെളിയം, ഓടനാവട്ടം, വെളിനെല്ലൂർ എന്നീ വില്ലേജുകളിൽ 15 വീടുകളാണ് തകർന്നത്. ഇവിടെ ഇന്നും തന്നെ ആളപായമില്ല. അത് വളരെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ കൊല്ലം പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാനായി കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിട്ടുമുണ്ട്. ജില്ലയിൽ മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറിയിപ്പ് ട്യൂഷൻ സെന്ററുകൾക്കും ബാധകമാണ്. അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ പരീക്ഷകൾക്ക് അഭിമുഖങ്ങൾക്കൊന്നും തന്നെ മാറ്റമില്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ആര്യ, ശരി. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ജില്ലയിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ്. ഈ കൊല്ലത്തെ മലയോര മേഖലകളിലെ കാര്യങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവെക്കുവാനായി നമുക്കൊപ്പം മനോജ് അപ്പുക്കുട്ടൻ കൂടി ചേരുകയാണ്. മനോജ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ മലയോര മേഖലകളിലേക്ക് ഒരു സാഹചര്യം? യെസ്, മനോജ് അപ്പുക്കുട്ടനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിലെ മഴ സാഹചര്യം നമ്മൾ പരിശോധിച്ചു വരികയാണ്. ഇന്നെന്തായാലും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, കോട്ടയം, കൊല്ലം എന്നീ 3 ജില്ലകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠനശാലകൾക്കും കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾക്കുമെല്ലാം ഈ അവധി ബാധകമാണ്.